കഴിഞ്ഞാൽ കേരളത്തിന്റെ രോഗാതുരതരമായ അവസ്ഥ മുന്നിൽ കണ്ടാണ്. ഇതിന് എന്താണ് നമ്മൾ സ്വീകരിക്കേണ്ട പോംവഴി എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള വ്യായാമം, നമ്മുടെ ഭക്ഷണക്രമം, അതിന്റെ കൂടെ ജനസംഖ്യ കൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യണം ഗവൺമെന്റ് തലത്തിൽ. അതിന് ഒന്നാമത്തെ ഉദാഹരണം ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിൽ 3 കുട്ടികളുണ്ടെങ്കിൽ 30,000, 4 കുട്ടികളുണ്ടെങ്കിൽ 40,000 രൂപ ഗവൺമെന്റ് അവരുടെ രക്ഷിതാക്കൾക്ക് ഇൻസെന്റീവായിട്ട് നൽകുകയാണ്. അത് ജനസംഖ്യ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതൊരു ശ്രമം. അതിനുകൂടെ നമ്മൾ വ്യക്തി തലത്തിൽ നമ്മൾ ചെയ്യേണ്ടത് വ്യായാമം കൃത്യമായിട്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ സമയം ചെലവഴിക്കണം. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം. അതിൻ്റെ കൂടെ ഭക്ഷണ ക്രമീകരണം പ്രധാനമാണ്. കേരളത്തിൽ ഇന്ന് വരുന്ന കരിഞ്ഞ ഭക്ഷണത്തിന്റെ, ഹോട്ടൽ കൂടിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ കൂടും, രണ്ടിന്റെ അക്ഷരം ആദ്യത്തെ 2 അക്ഷരം സെയിം ആണ്. അപ്പൊ ഈ കരിഞ്ഞ ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചാൽ എന്താ കുഴപ്പം? കുടലിനെ ബാധിക്കുകയും കരിച്ചാൽ മാത്രം മാറുന്ന അസുഖങ്ങൾ ഉണ്ടാവും. എന്താ കരിച്ചാൽ മാറുന്ന അസുഖം? റേഡിയോ തെറാപ്പിക്ക് നാട്ടിൽ എന്താ പറയുക? കരിച്ച് കളയുക എന്നുള്ളതാണ്. ഈ അസുഖത്തിന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രെയിൻ കയറിയിട്ട് RCCക്ക് പോകുന്നത്. തുടർച്ചയായി നമ്മൾ കരിഞ്ഞ ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ കമ്പിയിലിട്ട് തിരിഞ്ഞിട്ട് വരുന്ന ചിക്കൻ ഉണ്ടല്ലോ, ഇതൊക്കെ എത്രമാത്രം അതിന്റെ മുകളിൽ കരിഞ്ഞ കളറുണ്ടോ, അപ്പോൾ നമുക്ക് എന്ത് കൂടും? കരിച്ചാൽ മാത്രം മാറുന്ന അസുഖങ്ങളുടെ എണ്ണം കൂടും. അത് ഏതാ അസുഖം എന്ന് ഞാൻ പേര് പറയുന്നില്ല. ഇത് മനസ്സിലാക്കിയത് നമ്മളല്ല, മൾട്ടിനാഷണൽ കമ്പനികളാണ്. പിന്നെ ഇതിന്റെ ഒരു അസന്തുലിതാവസ്ഥ ആണ് BJP മുതലെടുത്തത്. ഈ അടുത്തായിട്ട് പാർലമെന്റിൽ ഒരു ബില്ല് വന്നു, ഡീലിമിറ്റേഷൻ ഓഫ് പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറഞ്ഞ ഒരു ബില്ല് കൊണ്ടുവന്നത് എന്തിനാണ്? നോർത്ത് ഇന്ത്യയിൽ ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവര് കുടുംബാസൂത്രണം കണിശമായി നടപ്പാക്കിയിട്ടില്ല. എന്നാൽ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, കേരളം, ഈ സംസ്ഥാനങ്ങൾ വിദ്യാഭ്യാസപരമായി മുന്നിൽ നിൽക്കുകയും അവർ കണിശമായി കുടുംബാസൂത്രണം നടപ്പിലാക്കിയതിന്റെ ഭാഗമായിട്ട് ജനസംഖ്യ കുറഞ്ഞു. അപ്പൊ ഡീലിമിറ്റേഷൻ നടപ്പാക്കി കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ MP-മാരുടെ എണ്ണം കൂടും. അവർക്ക് അവിടെ BJPക്ക് സ്വാധീനം കുറവാണ്. സൗത്ത് ഇന്ത്യയിൽ MP-മാരുടെ എണ്ണം കുറയും. അവർക്ക് അവിടെ സ്വാധീനം കുറവാണ്. അപ്പൊ അവർക്ക് പെട്ടെന്ന് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭരണത്തിലേറാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ വയോജന കമ്മീഷൻ, അതായത് വയോജന ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ സംസ്ഥാനത്ത് വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളം ഒരു കുഴിയിലാണ് അകപ്പെടാൻ പോകുന്നത്. അതിൽ നിന്നും കേരളത്തെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.